ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു സിമ്പിൾ തിങ് ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുട്ടികൾ രണ്ടുപേരും സ്കൂളിൽ പോകാൻ നിൽക്കുകയാണ്. ഇനും വാവാച്ചിയും കുട്ടിയും കൂടി. വാവാച്ചിക്ക് വലിയ മൂടൊന്നും ഉണ്ടാവില്ല കേട്ടോ രാവിലെ പോകുന്ന സമയത്ത്. പപ്പൻ്റെ ഓട്ടോയിൽ പപ്പ അവരെ മാട്ടായിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പോകണ ചെറിയൊരു മടി, പിന്നെ അടുക്ക ഇപ്പോൾ ബ്രേക്ക് ഉണ്ട്, എക്സാമൊക്കെ ആകുമ്പോൾ. അപ്പോൾ 2 days 3 days ഒക്കെ ബ്രേക്ക് കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകണ ആ ഒരു ഇതാണ് കേട്ടോ. ഇനൂസം മാഷല്ല കുഴപ്പമൊന്നുമില്ല, പിന്നെ വലിയ ക്ലാസ് ആയ കാരണം ആ മടിയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇടയ്ക്ക് എവിടെയെങ്കിലൊക്കെ, പക്ഷെ എൻ്റെ അടുത്ത് നടക്കൂല, അതുകൊണ്ട് രണ്ടാളും അങ്ങനെ കൂളായി പോവാണ്. അപ്പോൾ അവൻ സലാമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ, അവർ രണ്ടുപേരും കൂടി. അപ്പോൾ ഇനി അവർ പോയതിന് ശേഷം പിന്നെ അവരുടെ കൂടെ ഉമ്മയും പോകും, ചില ദിവസം ഉമ്മ പോകും കേട്ടോ, എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ പോയി വരുമ്പോഴേക്ക് എപ്പോഴും സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വേണം. അപ്പോൾ എന്തെങ്കിലും സർപ്രൈസ് കൊടു നിൽക്കും. അപ്പോൾ സർപ്രൈസ് ഉണ്ടാവില്ലേന്ന് ചോദിക്കാം കേട്ടോ. പിന്നെ ഇതാ നമ്മളെ വീട്ടിൽ ഇപ്പോൾ മാങ്ങ സീസണാണ്, എല്ലാവരുടെ വീട്ടിലുണ്ടാവില്ലേ, മൂച്ചുള്ള വീട്ടിലൊക്കെ. അപ്പോൾ നല്ല മാങ്ങ ഉണ്ടായിട്ടുണ്ട്, നല്ല മാഷാഅല്ലാഹ്. അപ്പോൾ ആ മാങ്ങ ഒക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് അച്ചാറിടണം, ഉപ്പിലിടണം, അങ്ങനെ പല പല പരിപാടികളാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാങ്ങ കയ്യെത്തും ദൂരത്തുള്ളതൊക്കെ ഞാൻ വീഡിയോ മാത്രം എടുത്താൽ മതി, ഇപ്പോൾ പൊട്ടിക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ബാക്കിയൊക്കെ മോനെ തോട്ടിച്ചിട്ട് ഉമ്മയും പൊട്ടിച്ചു തരും, നമ്മളും കൂടെ ഒന്ന് പൊട്ടിക്കാം. മറ്റേ അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പൊട്ടിക്കാൻ പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ മുകളിലുള്ള പൊട്ടിച്ചാൽ മതിയാണ്. മുകളിലുള്ള പൊട്ടിക്കുമ്പോൾക്ക് എന്താ അറിയോ, മാങ്ങ തിന്നണ്ടെന്നുള്ളതാണ്. അച്ചാറും ഉപ്പിലിട്ടതിനൊക്കെ പോതി മതിയും. അപ്പോൾ ഇതുപോലൊരു ബക്കറ്റിലാക്കിയിട്ട് എൻ്റെ വാവാച്ചിക്കുട്ടിൻ്റെ ഹെഡ് ബാൻഡാണ് കേട്ടോ. ഒരു സമയത്ത് ഈ ഹെഡ് ബാൻഡ് മേടിക്കുമ്പോൾ പല മോഡൽസ്, പിന്നെ ഇപ്പോൾ അത് അവൾ ഇടൂല, അതാണ്. പിന്നെ ഇങ്ങനെ എലാസ്റ്റിക് ഒന്നും ഉണ്ടിരിക്കും. ഇപ്പോൾ അത് ഇമ്മ ഇങ്ങനെ കയ്യിൽ കെട്ടിയിട്ട് ഇമ്മനോട് പറഞ്ഞ് ഈ ബക്കറ്റ് ഇങ്ങനെ മോഡലാക്കി പിടിച്ചു. അങ്ങനെ അതായി കഴിഞ്ഞപ്പോൾ ഇതാ അമ്മ ഉണ്ടാക്കണമായിട്ട് ചെമ്പരത്തി സ്ക്വാഷ്, നല്ല അടിപൊളി ടേസ്റ്റാണ്, നമുക്ക് എനർജി ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ അതുമ്മ ബോട്ടിലാക്കിയിട്ട് തരാം കേട്ടോ, എൻ്റെ ഒരു ഫ്രണ്ടിന് വേണമെന്നിട്ട് കൊടുക്കാൻ. പിന്നെ നമ്മൾ പണികളായിട്ടുള്ള നമ്മുടെ സ്ഥിരമായിട്ടുള്ള കലാപരിപാടികൾ എന്ന് പറഞ്ഞ പോലെ എൻ്റെ മൈലാഞ്ചി ഉണ്ടാക്കലാണ് കേട്ടോ. നെയിൽ കോൺസ് ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ നെയിൽ കോൺസ് ഇനിയിപ്പോൾ ഈദ് വരെ പെരുന്നാളും നോമ്പൊക്കെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബ്രാൻഡിങ് ആയിട്ട് നമ്മൾ കോൺസ് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ, സ്റ്റിക്കറൊന്നും ഒട്ടിക്കാതെ നിങ്ങൾക്ക് റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ റീസെല്ലേഴ്സിന് എന്നെ കോൺടാക്ട് ചെയ്യാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്പറിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ കൊടുക്കാം, അതായത് ഇൻസ്റ്റഗ്രാം ഐ ഡി. പിന്നെ കുറേ കോൺസ് ഓർഡേഴ്സ് ഉണ്ട്, അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരുപാട് വലിയ വരുമാനമൊന്നും അല്ലെങ്കിൽ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ പോക്കറ്റ് മണി ഞാൻ ചെയ്യാൻ പറ്റും കേട്ടോ. പറ്റുമെങ്കിൽ പെരുന്നാൾക്ക് ഡ്രസ്സ് നിങ്ങൾക്ക് ഉങ്ങളമ്മക്കൊക്കെ എടുത്തെടുക്കാനുള്ള വരുമാനം കിട്ടും കേട്ടോ നിങ്ങൾക്ക്. അങ്ങനെ ഇതാ കോൺസൊക്കെ ഒരുവിധമൊക്കെ അങ്ങനെ ഇതാക്കുന്നുണ്ട്. ഇടയ്ക്ക് വേറെ എന്തെങ്കിലും പണികൾ വരുമ്പോൾ അതിൽ നീറ്റ് പോവും. ഇത് ഓർഗാനിക് കോൺസ് ഉണ്ട്, രണ്ടുണ്ട്, നഖത്തിലിടുന്നതും ഉണ്ട്, കയ്യിലിടുന്ന മെഹന്തി ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. ഞാൻ കയ്യിൽ നഖത്തിലെന്ന് പറഞ്ഞാൽ ചിലർക്ക് നെയിൽ കോൺസ് ഓർഗാനിക് ആണോ മനസ്സിലാവില്ല, അതുകൊണ്ടാണ്. പിന്നെ ബൾക്കായിട്ട് ഓർഡർ ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് നെയിൽ ലിക്വിഡ് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലിക്വിഡ് നമ്മൾ പേസ്റ്റ് ആക്കിയിട്ട് പിന്നെ കോൺസ് ആക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതിനൊന്നും പ്രൈസ് ഞാൻ വീഡിയോയിൽ പറയണില്ല, നിങ്ങൾക്ക് എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുക, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞുതരാം നമ്പർ. അപ്പോൾ കുറേ പേര് ചോദിക്കും ഇത് കെമിക്കലുണ്ടോ, ഒലോ ചേരുമോ എന്നൊക്കെ. കെമിക്കലൊന്നുമില്ല, ഓർഗാനിക് ആയിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കണം. പിന്നെ ഒലോ ചേരുന്നത് ഓരോരുത്തരുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ്. കാരണം നമ്മളെ നഖത്തിലിടുന്നതും കയ്യിലിടുന്നതും രണ്ട് ടെക്സ്റ്റ് രണ്ട് ഭാഗങ്ങളിലും. അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു വിശ്വസിക്കുന്ന ആളാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. അതുപോലെ കോൺസ് നിങ്ങൾക്ക് ലോക്കൽ പിക്കപ്പ് അവൈലബിൾ ആണ് കേട്ടോ, പട്ടാമ്പിയിലും എടപ്പാളിലും പൊന്നാനിയിലും. പിന്നെ ഓൾ കേരള ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ്. ഹെന്നൻ്റെ കോൺസ് മാത്രമല്ല, ഹെന്ന ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഷീറ്റും അതുപോലെ തന്നെ ഓയിൽസും പൗഡറും എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. നമ്മളെടുത്ത് ഒരു കംപ്ലീറ്റ് ഓർഗാനിക് ഹെന്ന പ്രോഡക്റ്റ് സ്റ്റോർ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ നെയിൽ കോൺസ് ഓർഡർ ഉള്ളതൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉമ്മാൻ്റെ ചെറിയ സംരംഭമായിട്ടുള്ളതാണ് ഇതാണ് കേട്ടോ, നൈവ് ഹെർബൽസിൻ്റെ ഓർഗാനിക് സോപ്പ് ഉണ്ട്, സ്കിൻ കെയർ ഓയിലുണ്ട്, ഹെയർ ഓയിലുണ്ട്, പിന്നെ സാമ്പാർ പൗഡർ ഉണ്ട് കേട്ടോ. അപ്പോൾ സോപ്സ് ഇതാ പല ഫ്ലേവേഴ്സിലുണ്ട്, ക്യാരറ്റ്, ബീട്രൂട്ട്, അതുപോലെ നീമുണ്ട്, അലോവേര ഉണ്ട്. അപ്പോൾ അതിന് പുതിയ ഓർഡേഴ്സ് ഉള്ളതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാണ് കേട്ടോ ഈ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാതെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. തികച്ചും 100% ഹോം മെയ്ഡ് ആയിട്ടുള്ള സോപ്സാണ് കേട്ടോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളിതാ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ ഷിപ്പിംഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഷിപ്പിങ്ങൊന്നും ഞാൻ അധികം സ്റ്റോറി കാര്യങ്ങൾ ഇടാറില്ല, കാരണം കുറേ പേര് ഇടയ്ക്ക് ചോദിക്കൂട്ടോ, ഇപ്പോൾ ബിസിനസ് നടക്കുന്നില്ല, എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇതിൻ്റെ ഫുൾ ഓൾ ഇൻ ഓൾ ചാർജസ് ഉമ്മയാണ്, പക്ഷേ ഇതിൻ്റെ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് ഞാനാണ് കേട്ടോ. അതാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. കാരണം അമ്മ വീഡിയോസൊന്നും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ചെയ്യാറില്ല. അമ്മ പാക്കിങ്ങും മേക്കിങ്ങും ഒക്കെ അമ്മ തന്നെ ചെയ്യും കേട്ടോ. നൈവ് ഹെർബൽസ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ തന്നെ സ്കിൻ കെയർ ഓയിലും ഹെയർ ഓയിലും ഒക്കെ നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. ഹെർബൽ ഷാമ്പു എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് നൈവ് ഹെർബൽസിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിനൊക്കെ കൊടുക്കാം. അതൊന്ന് ഇൻസ്റ്റഗ്രാമുള്ളവരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ആക്കുക.
അതുപോലെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതാ നമ്മൾ പാക്കിങ് കഴിഞ്ഞിട്ടോ ഉമ്മാൻ്റെ നല്ല അടിപൊളി പാക്കിംഗ് ഒക്കെയാണ് വരുന്നത്. ക്ലോത്തൊക്കെ വെച്ചിട്ടുള്ള ഒരു പാക്കിംഗ് ആണ് കേട്ടോ. നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് ഗിഫ്റ്റ് ചെയ്യാനും ഫ്രണ്ട്സിനാണെങ്കിൽ ഫാമിലിക്കൊക്കെ ഗിഫ്റ്റിനൊക്കെ നല്ല ഭംഗിയുള്ള പാക്കിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓർഡേഴ്സ് ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ ലോക്കൽ പിക്കപ്പാണ് കേട്ടോ, ഷിപ്പിംഗ് അയക്കാനുള്ളതല്ലായിരുന്നു. അപ്പോൾ അത് കൊണ്ടുപോകുന്നതിൻ്റെ മുന്നേ ഞാൻ ജസ്റ്റ് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്താണ്. പിന്നെ ഷിപ്പിംഗ് ഓൾ കേരള അവൈലബിൾ ആണ് കേട്ടോ ഈ നാട്ടിലേക്കും. അത് നമ്മൾ DTDC ആയിട്ടും സ്പീഡ് പോസ്റ്റ് ആയിട്ടും നമ്മൾ ഷിപ്പിംഗ് ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ മെസ്സേജ് ആക്കിയാൽ മതി. അപ്പോൾ അതിന് കിട്ടും. അങ്ങനെ അതൊക്കെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നെ അതൊക്കെ ഒന്ന് ഡെലിവറി ചെയ്യാണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് ചിൽ ഔട്ട് ചെയ്യാൻ പുറത്തിറങ്ങിയാണ് കേട്ടോ. ഇത് കൊറിയർ എടുക്കാൻ പോയപ്പോൾ ജസ്റ്റ് വിളിച്ചു നോക്കിയപ്പോൾ അവരൊക്കെ ഫ്രീ ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാമെന്ന് അങ്ങനെ മീറ്റ് ചെയ്ത് വെച്ചാൽ അങ്ങനെ പുറത്തിറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ മേലവട്ടാമിൽ നമ്മളൊരു ഫ്രണ്ടിൻ്റെ ഷോപ്പ് ഉണ്ട് കേട്ടോ, അങ്ങോട്ടാണ് പോകുന്നത്. അതിലിടയ്ക്ക് ഒന്ന് കിഡ്സിൻ്റെ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മേലവട്ടാമ്പിൽ ഫ്രണ്ടിൻ്റെ ഒരു ഷോപ്പുണ്ട്, അപ്പോൾ അവിടെ ഒന്ന് പോകാമെന്ന് ചോദിച്ചു. സേവനയുടെ ഓപ്പോസിറ്റാണ് കേട്ടോ വരുന്നത്. ചുപ് ചാറ്റ് എന്ന് പറഞ്ഞിട്ട് 36 വെറൈറ്റീസ് ഓഫ് പാനിപൂരി, മൊജിറ്റോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോൾ നമ്മൾ വേറൊരു ഫ്രണ്ടും കൂടി ഉണ്ട്, അവരെയും വിളിച്ചപ്പോൾ അവർ നൗഷിതാത്ത എത്തിയിട്ടോ. നൗഷിതാത്തി മോളും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ അവിടെ വെച്ച് മീറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ എന്താ പറയുക അവിടുത്തെ സ്പെഷ്യൽസൊക്കെ ഒന്ന് ഓർഡർ ചെയ്തിട്ട് അത് കഴിച്ചു. പിന്നെ നമ്മളെ സ്ഥിരം ചാറ്റിങ്, കൂടുതൽ ചാറ്റിങ്ങും ഫോട്ടോസ് എടുക്കലാണ് നടന്നുള്ളൂ. ഫുഡ് കഴിക്കൽ അങ്ങനെ ഇങ്ങനെയൊക്കെ തട്ടി മുട്ടിയൊക്കെ ആയിട്ട് കഴിച്ചു കേട്ടോ. ഇത് അവരുടെ ചിക്കൻ ചാറ്റ് മസാലയാണ്. പിന്നെ പാനിപൂരി വെറൈറ്റീസൊക്കെ വരുന്നുണ്ട്, അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് സമയം ഇരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് ചാറ്റിങ്ങും ഇതൊക്കെ ആയിട്ട് കുറച്ച് നേരം സമയം അങ്ങനെ പോയിട്ടോ. ഒന്ന് ചില്ലാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. കൂട്ടത്തിൽ കുറച്ച് സാധനങ്ങൾ ഡെലിവറി ഉണ്ടായിരുന്നു, ലോക്കൽ പിക്കപ്പ്. അപ്പോൾ അതും എപ്പോഴും അങ്ങനെ നമ്മൾ ലോക്കൽ പിക്കപ്പ് ഉണ്ടാവില്ല. നമ്മൾ ഇറങ്ങുന്ന സമയത്ത് പിന്നെ ഓർഡേഴ്സ് കൂടുതലുണ്ടെങ്കിൽ അർജൻറ്റിലുണ്ടെങ്കിൽ നമ്മളപ്പോൾ തന്നെ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ നമ്മളിതാ തിരിച്ചെത്തിയിട്ട് നമ്മൾ സ്കിൻ കെയർ ഓയിലാണ് കേട്ടോ ഇത് വരുന്നത്. അതായത് ക്യാരറ്റും ബീട്രൂട്ടും പിന്നെ കുറച്ച് പച്ചമരുന്നുകളൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്നത് നമ്മളുടെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ് കേട്ടോ. പെട്ടെന്ന് തേച്ചിട്ട് വെളുത്ത് പറന്നൊന്നും പറയണില്ല, പക്ഷെ നമ്മളെ മുഖത്തിലുണ്ടാവുന്ന ഇപ്പോൾ ഈ ചൂട് സമയത്തും അതുപോലെ തണുപ്പാകുമ്പോൾ നമുക്കൊരു ഇതൊക്കെ ഉണ്ടാവില്ല സ്കിന്നിലുണ്ടാകുന്നത്, അതൊക്കെ മാറി കരിവാളിപ്പും ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒറ്റ ബോട്ടിൽ തന്നെ നിങ്ങൾക്ക് ചെറിയ മാറ്റാനോ അതും ഒറ്റ ബോട്ടിൽ പെട്ടെന്ന് റിസൾട്ട് അറിയുന്നില്ല, ചെറിയ മാറ്റങ്ങൾ അറിയാൻ പറ്റും. പിന്നെ നൈവിൻ്റെ തന്നെ ഹെർബൽ ഓയിലാണ് കേട്ടോ, ഹെയർ കെയർ ഓയിൽ. ഇത് ഉമ്മ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ രണ്ടും വാക്കേഷൻ. പിന്നെ ബാക്കി അടുത്ത ഓർഡേഴ്സ് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ അടുത്ത് അതിലേക്ക് എത്തിട്ടോ നെയിൽ കോൺസും ഓർഗാനിക്കും. പിന്നെ നോമ്പ് ആകുമ്പോഴേക്ക് ഞാൻ കൂടുതൽ കുറച്ച് ചെയ്ത് വെക്കും കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മൾ വീണ്ടും പോയി വന്നതിൻ്റെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു, ഷാമ്പുവും ഓയിലും സോപ്പൊക്കെ. അപ്പം ജസ്റ്റ് അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് പിന്നെ ആളപ്പൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി വന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഇതാ നൈറ്റിൽ മക്കളൊക്കെ വന്നതിന് ശേഷം ഈവനിങ്ങിൽ മക്കളെത്തിയിട്ടോ. നൈറ്റിലുള്ള പണി ഇതൊക്കെയാണ്. മാങ്ങ മൊത്തം അരിഞ്ഞ് ഉപ്പിലിടാനും അച്ചാറിടാനുള്ളതും അമ്മ അങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്തിരും, അതല്ലെങ്കിൽ ഞാൻ തന്നെ ഇത് കട്ട് ചെയ്യും. എന്നിട്ട് നല്ല സ്ലൈസാക്കി അരിഞ്ഞിട്ട് ഉപ്പിലിടാനുള്ളത് വേറെയും പിന്നെ അതുപോലെ തന്നെ അച്ചാറിടാനുള്ളത് വേറെയും വേറെ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉപ്പിലിടുന്ന പണിയാണ്. അപ്പോൾ അതൊക്കെ ഇതാ അരിഞ്ഞൊരു വലിയൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഉപ്പിലിടാൻ വേണ്ടിയിട്ട്. ഇനി അത് കഴിഞ്ഞ ശേഷം ചെറിയൊരു സ്കിൻ കെയർ ഇതുണ്ട് കേട്ടോ. ന്യൂഡിൻ്റെ ഒരു ഫേഷ്യൽ കിറ്റാണ് എനിക്ക് പരിചയപ്പെടുത്തിയത് കേട്ടോ. മേക്ക് ഓവർ ഫേഷ്യൽ കിറ്റാണ് വരുന്നത്. ഇത് ഡയമണ്ടിൻ്റെ ആണ് കേട്ടോ. നമുക്ക് വല്ല പാർട്ടി ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് പോകാൻ നമുക്ക് പെട്ടെന്ന് പാർലറിലൊന്നും പോയി ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റണം കേട്ടോ. 6 സ്റ്റെപ്സാണ് വരുന്നത്. അതിൻ്റെ ഓരോരോ സാഷേ പാക്കറ്റ് ആയിട്ട് കേട്ടോ ഇതുപോലെ വരുന്നത്. നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാനും നല്ല റിസൾട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ വരുന്നത്. അങ്ങനെ ഇതാ നമ്മൾ അത് ഓരോന്നായിട്ട് ഇതാ വരുന്നത് 6 പാക്കറ്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് ക്ലെൻസ് ചെയ്യുക, പിന്നെ അതുപോലെ ഫേസ് സ്ക്രബ് ചെയ്യുക, പിന്നെ മസാജിങ് ക്രീം വരുന്നുണ്ട്, പിന്നെ ഒരു ഫേസ് മാസ്ക് വരുന്നുണ്ട്, പിന്നെ ഫേസ് സീറം, അതുപോലെ തന്നെ ഓരോ സൺസ്ക്രീൻ വരുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ നന്നായിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് ക്ലെൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഫേസ് നന്നായിട്ടൊന്ന് ഇത് വെച്ചിട്ട് ജസ്റ്റ് ക്ലെൻസ് ചെയ്യുക. ക്ലെൻസ് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരു ടവൽ വെച്ചിട്ട് വൈപ്പ് ചെയ്യാൻ കേട്ടോ ചെയ്യുന്നത്. ഞാൻ ഓൺ വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വോയിസ് അത്ര കണ്ട് ക്ലിയർ അല്ല, അതുകൊണ്ടാണ് കേട്ടോ. ജസ്റ്റ് ജെൻറ്റിൽ മസാജ് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മുഖത്തുള്ള അഴുക്കൊക്കെ ഒന്ന് ഇളക്കി കളയുക. അപ്പോൾ ഇതാ ഞാനൊരു കോട്ടൻ്റെ പാഡ് വെച്ചിട്ട് കേട്ടോ ഇതാക്കുന്നത്, കഴുകി കളയുന്നില്ല.
കോട്ടൺ പാഡൊക്കെ വെച്ച് നന്നായിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ റിമൂവ് ആക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ചെയ്യാനുള്ളത് ഫേസ്. നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് നമ്മൾ ഫേസ് ഒന്ന് ജസ്റ്റ് സ്ക്രബ് ചെയ്യുക. പിന്നെ എക്സ്ഫോലിയേറ്റ് ആയിട്ട് വരുന്നത് അത് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്യും, ഇങ്ങനെ ഇതൊക്കെ നമ്മൾ കോട്ടൻ്റെ പാഡ് വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് എടുത്ത് കുറച്ച് പൊടിപ്പോയി, അതുകൊണ്ട് ഞാൻ ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഇതാക്കുക. അപ്പോൾ തന്നെ എനിക്ക് നല്ല റിസൾട്ട് കാണാൻ പറ്റും കേട്ടോ നമ്മളെ സ്കിന്നിന്. ഇത് രണ്ടും സ്റ്റെപ്സ് ചെയ്യുമ്പോൾ തന്നെ. നെക്സ്റ്റ് നമ്മളുടെ വരുന്നത് ഫേസ് മസാജിങ് ഒരു ക്രീമാണ് കേട്ടോ വരുന്നത്. ആ ക്രീം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഫേസ് ഓൾ ഓവർ ഒന്ന് മസാജ് ചെയ്യുക. മസാജിങ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ഫേസ് മാസ്ക് ആണ് കേട്ടോ. ഫേസ് മാസ്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 5 to 6 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്ന് വൈപ്പ് ചെയ്ത് കളയാം. പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് വരുന്നത് ഒരു സെറാണ് കേട്ടോ. ഫേസ് സെറം കൊടുക്കുന്നുണ്ട്. ആ ഫേസ് സെറം എടുത്തിട്ട് നമ്മൾ കുറച്ച് ഒരു 2-3 ഡ്രോപ്സ് കയ്യിലെടുക്കുക. എന്നിട്ട് ശേഷം നല്ല പോലെ ഫേസിലൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇതാ ഒരു സൺസ്ക്രീൻ വരുന്നുണ്ട്. പക്ഷേ സൺസ്ക്രീൻ ഇപ്പോൾ ഞാൻ തിക്കുന്നില്ല, കാരണം ഇപ്പോൾ നൈറ്റ് ആയ കാരണം സൺസ്ക്രീൻ യൂസ് ആക്കുന്നില്ല. അപ്പോൾ ഫൈനൽ ലുക്ക് ഇത് എങ്ങനെയാണ് വരുന്നത്, നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ബൈ ആൻഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ അതാ നേരത്തെ കുറച്ച് കട്ട് ചെയ്ത് വെച്ച് വാങ്ങും ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ ഉലുവ മാങ്ങ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് 2 ഭരണി നല്ല വൃത്തിയിൽ കഴുകി വൃത്തിയാക്കിയിട്ട് എണ്ണ തന്നെ വെള്ളമില്ലാണ്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഈ ഭരണിയിലേക്ക് നമ്മളിതാ മാങ്ങ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ 3 ആക്കിയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ആദ്യം അതിനായിട്ട് വേണ്ട കുറച്ച് കല്ലുപ്പ് എടുക്കുക. എന്നിട്ട് കല്ലുപ്പ് എടുത്തിട്ട് ശേഷം നമ്മൾ ഈ കല്ലുപ്പ് ഉണ്ടല്ലോ അത് നമ്മൾ ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കല്ലുപ്പ് എടുത്തിട്ട് പൊട്ടിച്ചതിന് ശേഷം ഭരണിക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഓരോരോ മാങ്ങ ഇട്ട് നമ്മൾ ലെയറാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാൻ പോണത്. ഇതിനുള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ മാങ്ങ വെച്ചിടും. അപ്പോൾ നമ്മൾ ഈ ഉലുവ മാങ്ങ ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ 2-3 തരത്തിലുണ്ടാക്കുക. അപ്പോൾ അതിൽ നമ്മൾ 2 തരത്തിലുണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ആദ്യം ഈ മാങ്ങ നമ്മൾ കല്ലുപ്പിൽ മാത്രം ഇട്ട് വെക്കുകയാണ് കേട്ടോ. ഒട്ടും തന്നെ വെള്ളമില്ലാതെ ഒക്കെ കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ട് ഈ മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഓരോരോ ഇതായിട്ട് ലെയറാക്കിയിട്ട് മാങ്ങ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കല്ലുപ്പ്, അങ്ങനെ മാങ്ങ കല്ലുപ്പായിട്ട് ഇത് ഏകദേശം ഒരു 3 കിലോന് 4 കിലോന് മാങ്ങ ഉണ്ട്. അതിനൊരു 1/2 കിലോ കല്ലുപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കണത്. എന്നിട്ട് അതിന് മുകളിൽ ഇതുപോലെ ഇങ്ങനെ വെതറി കൊടുക്കുക. നല്ലൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കെട്ടി കൊടുക്കുക കേട്ടോ ചെയ്യണത്. നല്ല പോലെ നമ്മൾ അതിൽക്കൊരു ഈർപ്പം കിടക്കാത്ത രീതിയിൽ നല്ല വൃത്തിക്ക് ഇങ്ങനെ കെട്ടി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മൂടി വെച്ചിട്ട് നമ്മൾ മൂടി വെക്കുക കേട്ടോ. ഇനി ഇത് 10 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുക. എന്നിട്ട് അതിലെ വെള്ളം മാറ്റി കളയുക. 10 ദിവസം കഴിഞ്ഞിട്ട് ഞാനിവിടെ പട്ടാമ്പിയിൽ ഉണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ കാണിക്കാം, അല്ലെങ്കിൽ അടുത്ത് വെക്കുക കേട്ടോ. ആ വെള്ളം മാറ്റിയിട്ട് പിന്നെ നമ്മൾ ഇട്ടൊക്കെ. ഇത് വേറൊരു സ്റ്റൈലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതേപോലെ മാങ്ങയിലേക്ക് കല്ലുപ്പ് മൊത്തം ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക എരിവിനനുസരിച്ചിട്ട്. പിന്നെ നമ്മൾ കായം ഉണ്ടല്ലോ, കായം എണ്ണയിൽ വറുത്തിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉലുവ പൊടിച്ച് വെച്ചതും ആഡ് ചെയ്ത് കൊടുക്കുക. അത് കുറച്ച് ഉലുവപ്പൊടി അധികം ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഇങ്ങനെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു 6 മാസം വരെ ഇരിക്കണം കേട്ടോ. എന്നിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരിക. പിന്നെ ഇതാ ഉലുവപ്പൊടി അധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും ഉലുവ മാങ്ങ തന്നെയാണ് കേട്ടോ. മറ്റേത് ഉപ്പിലിട്ടിട്ട് പിന്നെ അതിനെടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇത് ഡയറക്റ്റ് ഇങ്ങനെ ഇട്ട് വെക്കുകയാണ്. കുറച്ചധികം ഉലുവപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കായം നല്ലെണ്ണയിൽ വറുത്തിട്ട് അത് നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒരു തീരെ വെള്ളമില്ലാത്ത ചട്ടകം കേട്ടോ, നല്ല കഴുകി കൊടുത്തേക്ക് തുടച്ചിട്ട് അതായിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. അത് നമ്മൾ ഭരണിയിലേക്ക് ആക്കിയതിന് ശേഷമാണ് കേട്ടോ. ആദ്യം കുറച്ച് മാങ്ങ ഇടുക, പിന്നെ കുറച്ച് മാങ്ങനെ ഇതാ ഈ ഭരണിയിൽ, പൊട്ടണ ഭരണിയിലാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത്. മറ്റ് പ്ലാസ്റ്റിക് കുപ്പി അങ്ങനത്തെ ചെയ്യരുത്, കൂടുതൽ ഇതിലാണ് ചെയ്യേണ്ടത്. അതിന് ശേഷം ഓരോരോ ഇതായിട്ട് ഇട്ട് കൊടുക്കുക നിറച്ച്. പിന്നെ അതിൻ്റെ പൊടികൾ ബാക്കി ഉണ്ടാവും, ആ പൊടികളൊക്കെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ നല്ലെണ്ണ ഉണ്ടല്ലോ അതൊന്ന് ഇളം ചൂടാക്കിയിട്ട്, നല്ല ചൂടല്ല, ചൂടായതിന് ശേഷം ഇളം ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ നല്ലെണ്ണ അതിലുണ്ടല്ലോ ഇതേപോലെ നല്ലൊരു കോട്ടനെ തുണി കഴുകി വൃത്തിയാക്കിയത് അതിലിങ്ങനെ നന്നായിട്ട് മുക്കിയിട്ട് എടുക്കുക.
അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊന്ന് അതിൽ മൂടിക്കെട്ടാൻ. പിന്നെ ബാക്കി ഇതായ പറഞ്ഞാൽ നല്ലോണം അതിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ. ഇതൊരു 6 മാസം വരെ ഇരിക്കണം. ഇപ്പോൾ ഈ വെച്ചിട്ടുള്ള സമയം തൊട്ടിട്ട് 6 മാസം വരെ കണക്കാക്കിയിട്ടുണ്ട് കേട്ടോ. 6 മാസം കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അപ്പം നമുക്കൊന്ന് തുറക്കുമ്പോൾ ആ ഒരു വീഡിയോ ആ സമയത്ത് എടുക്കുന്നുണ്ട്. ഇതേപോലെ ആ ഒരു വീഡിയോ ചെയ്തിരുന്നു, പക്ഷേ 6 മാസം കഴിഞ്ഞിട്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ തന്നെ ഫുള്ള് തിന്നത് ചോർമ്മ വന്നിട്ട് വീഡിയോ എടുക്കേണ്ടതെന്നുള്ളത്. എന്നിട്ട് ഇത് അതിൻ്റെ വായി ഇതുപോലെ മൂടി ഇങ്ങനെ നന്നായി കെട്ടുക. എന്നിട്ട് അതിന് മൂടി വെച്ച് കൊടുക്കുക. ഇതുപോലെ കെട്ടിയിട്ട് എടുത്ത് വെക്കുക. അങ്ങനെ മാങ്ങേൻ്റെ പരിപാടികളും കാര്യങ്ങളും കഴിഞ്ഞ ശേഷം പിന്നെ അതിൻ്റെ മെഹന്തി ഇടലും കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്ര മാത്രമുള്ള വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ. പിന്നെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.